സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിൽ പയർ കൃഷി ചെയ്ത ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് അതിൽ കമൻറ്റുകളായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു പയറുണ്ടായത് അത് കണ്ടില്ല, ഇതിൽ പയർ ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴയൊരു ഫ്രിഡ്ജ് ബോക്സാണ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നത്. അത് കൊടുന്നിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം വളമാണ് അത്. നമ്മൾ ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകമൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിശ്രിതമാണത്. ഇത് ഏകദേശം ഒരു കറുത്ത ഇതാണ് നമ്മളത്. ഈ മിശ്രിതം ഇട്ടിട്ടാണ് നമ്മളിത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഇതായിട്ട് നല്ല പച്ചപ്പായിട്ടാണ് ഇത് വളരുന്നത്. പിന്നെ അത്യാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് ഏത് തൈയാണെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്ത് നടാൻ നോക്കുക. അപ്പോൾ നമ്മൾ വിത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10, 45, 50 ദിവസമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പയർ കായ്ച്ചു. ഇപ്പോൾ ഏകദേശം വള്ളി നമുക്ക് പടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തക്കാളി അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തക്കാളി ചെയ്തിരുന്നു. തക്കാളി നമ്മൾ ഇതിനോട് താങ്ങായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് കയറായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കയറൊന്നും നമുക്ക് നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിന്മേൽ ഇപ്പോൾ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് കായായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ മിശ്രിതത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ മണ്ണൊന്നും വല്ലാതെ ആഡ് ചെയ്തിട്ടില്ല. മണ്ണ് വളരെ കുറച്ച് മണ്ണ് അതിൽ ചെയ്തിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണ്ണ് വല്ലാതെ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ കവറിൽ ഇതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ ആ മിശ്രിതവും പിന്നെ ചാണകമൊക്കെ പാടായിട്ടുള്ള ആ മിശ്രിതമാണ് നമ്മളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു നിങ്ങളിട്ട് ആ മിശ്രിതം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കത് സെയിലിനുള്ളതായിട്ടില്ല. നമ്മളത് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് പാക്കാക്കിയിട്ട് കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ അതിപ്പോൾ നമുക്ക് ആവണുള്ളൂ, അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ കൃഷിയുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരാൾക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ മുറ്റത്തൊക്കെ കുറഞ്ഞ സ്പേസ് മതി. അത് കണ്ടില്ലേ നിങ്ങൾ, പഴയ ഫ്രിഡ്ജ് ബോക്സാണ് നമുക്ക് വീട്ടിലൊക്കെ. അതുപോലെ തന്നെ ഇതുപോലെയല്ല, പഴയ ഡ്രം ഉണ്ടാവും, പഴയ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടാവും, പഴയ ബക്കറ്റ് ഉണ്ടാവും. അങ്ങനെ വീട്ടിൽ ഉപയോഗശൂന്യമായ കുറേ സംഭവങ്ങളുണ്ടാവും. അതിലൊക്കെ നമുക്ക് ഇതുപോലെ ഇതിൽ മിശ്രിതം നിറച്ചിട്ട് നമുക്ക് വിത്തിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് മണ്ണ് നമ്മൾ ഒരു കൃഷി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരുപാട് മണ്ണ് നിറക്കരുത് ഒരിക്കലും. നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആവശ്യത്തിന് മണ്ണ് നിറച്ചിട്ട് അതിൽ വിത്ത് നട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, ആവശ്യത്തിനായിട്ട് വെള്ളം കൊടുക്കുക. ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു 4 ഹോൾസ് ഇട്ട് കൊടുക്കുക, വെള്ളം അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോൾസ് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ ചകിരി മിശ്രിതമാകുമ്പോൾ നമ്മളൊരു 1.5 അടം ഒക്കെ നനച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊക്കെ പൂവിട്ട് കായായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ താങ്ങ് കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് കയറ് കൊടുത്തിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ ഇതിനൊക്കെ ഏകദേശം നമ്മളൊരു തക്കാളി തൈയിലൊക്കെ ഏകദേശം ഒരു 3 കിലോനൊക്കെയാണ് തക്കാളി നമുക്ക് കായ്ച്ച് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ അങ്ങനെയാണ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് ഒതുങ്ങുന്നു എനിക്ക് തോന്നണില്ല. കാരണം അത് നല്ല തിക്നെസ്സായി നല്ല പവറായിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം നമ്മൾ ആ മിശ്രിതമാണ് കേട്ടോ, നമ്മൾ ആ മിശ്രിതം കൊടുത്തുകൊണ്ടാണ് ഇത്ര പവറായിട്ട് വന്നത്. ഇതിന് മുന്നൊക്കെ നമ്മൾ മണ്ണിൽ നട്ടിട്ട് ഇത്ര ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ മുളകിൻ്റെ തൈ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വഴുതന വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കയ്പ കൊടുത്തിട്ടുണ്ട്. കയ്പൊക്കെ ഇപ്പോൾ ഏകദേശം നല്ല പന്തലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ 3 സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സെക്ഷൻ നമ്മൾ കയ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സെക്ഷന് അവിടെ പയറിനൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കൃഷി രീതികൾ. ഇനിയിപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമ്മളൊരു കൃഷി രീതി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ നമ്മൾ മണ്ണില്ലാതെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ ചകിരിച്ചോറും ചാണകമൊക്കെ പാടുള്ള ഒരു മിശ്രിതം നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ മാത്രമാണ് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് നമ്മൾ അതിൽ തന്നെ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മേലെ മുകളിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സാണ് ഇട്ടിട്ടുള്ളത്. 2 ഫ്രിഡ്ജ് ബോക്സാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുകളിൽ ഇത് പന്തൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സെറ്റപ്പ് ചെയ്താൽ മതി. നമ്മളിവിടെ കമ്പി ഉണ്ടായപ്പോൾ നമ്മൾ വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇതിമ്പോൾ ഒന്ന് നെറ്റ് ഇടാണ്ട് ഇത് പെയിൻറ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇതിന് നെറ്റാണ് കൊടുക്കാനാണ്. നമ്മൾ സാധാ വല ഉണ്ടല്ലോ അവിടെ താഴത്ത് കൊടുത്ത മാതിരി തന്നെ നമ്മൾ ആ വല കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 ഫ്രിഡ്ജ് ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് ഈ ആക്രിക്കടയിലൊക്കെ പോയാൽ ഒരു 100 രൂപ 200 രൂപ കൊടുത്താലും അവരെ കയ്യിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ പഴയ മീനൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ടാവും, അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഇത് നനയ്ക്കണം. നമ്മൾ ഇതിലൊക്കെ മണ്ണില്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആ മിശ്രിതം മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ ഒരു നേരം ഇപ്പോൾ ഒരു ദിവസം മാറിയിട്ട് നനച്ച് കൊടുത്താൽ മതി. എന്നും നനച്ച് കൊടുക്കണമെന്നില്ല. ഈ മിശ്രിതമാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ കുറച്ച് മതി.
ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇത് നനയ്ക്കാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ബക്കറ്റ് പോലും വെള്ളമില്ല, ആവറേജ് കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നടാം. ഇതിപ്പോൾ നമ്മൾ നട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. നമ്മൾ വിത്തിട്ട് ഏകദേശം നല്ല രീതിയിൽ വന്നു. അതിലിപ്പോൾ നമ്മൾ കയ്പ ചെയ്തിട്ടുണ്ട്. കയ്പ നമ്മൾ പുറമേന്ന് തൈ കിട്ടിയപ്പോൾ തൈ കൂടുന്നതാണ്. അപ്പോൾ ഇത്തരം കൃഷി രീതികളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവർക്കും അടുക്കളത്തോട്ടായിട്ട് നമുക്ക് വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറിയും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സിമ്പിൾ പരിപാടിയുള്ളൂ. നമ്മളെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കണ പിന്നെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് സ്വരുക്കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും വിട്ട് നനച്ച് കൊടുത്താൽ മതി. നമുക്ക് വിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 രൂപയൊക്കെ ഉള്ളൂ ഒരു വിത്തിൻ്റെ പാക്കിന് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല വിത്ത് വേണമെങ്കിൽ നമ്മൾ ഒരു വിത്തിൻ്റെ സെയിലും പാടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മിശ്രിതം സെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വരും. എല്ലാവരും അഭിപ്രായം അറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വളവും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അത് പാക്കായിട്ട് വരുന്നത് നിങ്ങൾ ജസ്റ്റ് അത് ഡ്രൈ ആയിട്ട് വരുന്ന സാധനം നമ്മൾ പിന്നെ ഇതിൽ ഒരു ചട്ടിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ വിത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഇത് കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളാ മിശ്രിതം. അതിൽ നിങ്ങൾ വളവും കാര്യങ്ങളും ഒന്നും ചേർക്കണ്ട. അതിൽ തന്നെ നല്ല പ്രത്യേകമായിട്ട് മുളച്ചു. ഇനി അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് ഒരു കുഴപ്പം. അപ്പോൾ എല്ലാവരും ഇത്തരം കൃഷി രീതിയൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇനി പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും പല കൃഷികളെ കുറിച്ച് അറിയാണ്ട് നമ്മളിപ്പോൾ ഇവിടെ മത്തനുണ്ട്, അതുപോലെ തന്നെ കുമ്പളം, ചരങ്ങ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോകളാക്കിയിട്ട് നമ്മൾ എന്തായാലും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒക്കെ നമ്മൾ അടുത്തൊരു നല്ലൊരു ടിപ്സൊക്കെ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെയൊക്കെ ഓക്കെ, ബൈ.